ടൂറിസ്റ്റ് വെഹിക്കിൾ ആണ് ദൂരെ നിന്ന് ഓടി വരുന്നതെന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് ഇതൊരു ആംബുലൻസാണ്, ഇത്രയും ലൈറ്റുകൾ അനാവശ്യമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. വാഹനത്തിനകത്ത് സൗണ്ട് സിസ്റ്റവും ഉണ്ടായിരുന്നു. ഒരു ആംബുലൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരാവശ്യവും ഇല്ലാത്തതാണ്. വൈപ്പർ വല്ലതും വന്നിട്ടേ വൈപ്പറിലൊക്കെ ലൈറ്റ് ഉണ്ടോ? ടൂറിസ്റ്റ് ബസ്സുകളെ വെല്ലുന്ന തരത്തിൽ ലൈറ്റുകൾ ഘടിപ്പിച്ച് സർവീസ് നടത്തിയ ആംബുലൻസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. പത്തനംതിട്ട കുളനടയിൽ ഇന്നലെ രാത്രി നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ വാഹനം പിടികൂടുന്നത്. പത്തനംതിട്ട RTO എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ഈ വാഹനം പിടികൂടിയത്. ഇതിന് 11,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. വൈപ്പർ വല്ലതും വന്നിട്ടേ വൈപ്പറിലൊക്കെ ലൈറ്റ് ഉണ്ടോ? വേറെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ സ്ക്വയറായിട്ട് കത്തിയുന്ന വേറെ ഉണ്ടായിരുന്നല്ലോ. അത് കത്തത്തില്ലായിരിക്കും, ബാക്കിയെല്ലാം കത്തിട്ടോ, ബീക്കൺ മാത്രം കത്തത്തില്ല. നമ്മുടെ ഇന്നലെ രാത്രി ഏകദേശം 8 മണിയോടുകൂടി പന്തളം കുളനട ഭാഗത്ത് MC റോഡിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വളരെ തീവ്രമായ ലൈറ്റുകൾ, മൾട്ടി കളറിലുള്ള തീവ്രമായ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടൊരു വാഹനം വരുന്നത് കണ്ട് കൈ കാണിച്ചു. അപ്പം ദൂരെ നിന്ന് കണ്ടിരുന്നു വണ്ടി. അപ്പം കൈ കാണിച്ച് നിർത്തിയപ്പോഴാണ് ആംബുലൻസ് ആണെന്ന് മനസ്സിലായത്. ആദ്യം വിചാരിച്ച ഒരു ടൂറിസ്റ്റ് വെഹിക്കിൾ ആണ് ദൂരെ നിന്ന് ഓടി വരുന്നതെന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് ഇതൊരു ആംബുലൻസാണ്, ഇത്രയും ലൈറ്റുകൾ അനാവശ്യമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ വണ്ടി കൈ കാണിച്ച് നിർത്തുകയും പരിശോധിക്കുകയും ചെയ്തതിൽ നിരവധി മൾട്ടി കളർ ലൈറ്റുകൾ വണ്ടികളിൽ ഫിറ്റ് ചെയ്തിരുന്നു. അത് നമ്മുടെ മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്ന വിധത്തിൽ വളരെ തീവ്രമായ പ്രകാശമുള്ള ലൈറ്റുകളായിരുന്നു ഫിറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി തടഞ്ഞു നിർത്തുകയും അതിന് ചെല്ലാൻ തയ്യാറാക്കുകയും 11,000 രൂപ പെറ്റി ഇമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലൈറ്റുകളെല്ലാം അഴിച്ചു മാറ്റി ഒരു 7 ദിവസത്തിനുള്ള വണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഓണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നല്ലേ? ലൈറ്റും സൗണ്ട് സിസ്റ്റവും വണ്ടിക്കകത്ത് സൗണ്ട് സിസ്റ്റം പ്രവർത്തിപ്പിച്ചിരുന്നില്ല, എന്നാലും വാഹനത്തിനകത്ത് സൗണ്ട് സിസ്റ്റവും ഉണ്ടായിരുന്നു. ഒരു ആംബുലൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരാവശ്യവും ഇല്ലാത്തതാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മളൊരു രോഗിയെ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്നോ ഷിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു കർത്തവ്യം. അതിനുപരി ഇതൊരു ലക്ഷറി വെഹിക്കിൾ ആക്കിയ വിധത്തിലാണ് ഇതിനെ മാറ്റിയിരിക്കുന്നതായിട്ട് കണ്ടത്. രോഗിയെ ഇറക്കിയിട്ട് വരുമ്പോഴാണെങ്കിൽ ലൈറ്റ് കിട്ട് വന്നത്. അതെ, വാഹനം പരിശോധിക്കുന്ന സമയത്ത് വാഹനത്തിലെ രോഗി ഉണ്ടായിരുന്നില്ല. ഡ്രൈവറോട് അന്വേഷിച്ചതിൽ രോഗിയെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു രോഗിയെ തിരുവല്ലയിൽ ഇറക്കി തിരിച്ചു വരുന്നതായിട്ടാണ് അറിയിച്ചത്. സാധാരണഗതിയിൽ ഇത്തരം പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസുകളിൽ മൾട്ടി കളർ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാൻ നിയമ സാധ്യതയുണ്ടോ? ഇല്ല, പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് നമുക്ക് ICU ലെവൽ ആംബുലൻസുകളും പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസുകളുമാണ് പൊതുവെ കേരളത്തിൽ കൂടുതലായിട്ടുള്ളത്. അതിൽ പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസുകളിൽ മൾട്ടി കളർ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാനായിട്ട് അധികാരമില്ല. അവർക്ക് സിംഗിൾ നീല കളർ ലൈറ്റ്, നമ്മുടെ പഴയ പോലീസ് ജീപ്പുകളിൽ കാണുന്ന സിംഗിളായിട്ടുള്ള നീല കളർ ലൈറ്റുകൾ ഉപയോഗിക്കാനുള്ള അവകാശമേ ഉള്ളൂ. ICU ലെവൽ ആംബുലൻസിന് മാത്രമാണ് മൾട്ടി കളർ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാനായിട്ടുള്ള അധികാരം. പലപ്പോഴും പോലീസിനാണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഈ ആംബുലൻസ് പരിശോധിക്കുന്നതിലൊരു ബുദ്ധിമുട്ട് നേരിടാറുണ്ടല്ലേ? അതെ, ഇതിൻ്റെ ഒരു ജെന്യൂനിറ്റി, ഇത് ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോഴേ ഇത് സത്യസന്ധമായിട്ട് പോവുകയാണോ, ഒരു പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് തന്നെയാണോ എന്നുള്ളത് നമുക്ക് 100% പുറത്ത് നിന്ന് നിർണ്ണയിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് ചെക്ക് ചെയ്യുന്നതിൽ ഒരു അല്പം പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു എമർജൻസി ആയിട്ടൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് ജെന്യൂൻ കേസാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കൈ കാണിക്കുമ്പോൾ ഒരു ഡിലേ വരുന്നതുകൊണ്ട് ആ രോഗിയുടെ ഒരു ജീവൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ആംബുലൻസ് ചെക്കിങ് ഒഴിവാക്കാറുണ്ട്. അത് തന്നെയാണ് ഈ മുതലെടുപ്പിന് കാരണമെന്നുള്ളതും വിശ്വസിക്കുന്നു. 11,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം റിമൂവ് ചെയ്ത് 11,000 രൂപ പിഴ ചുമത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിമൂവ് ചെയ്ത് വണ്ടി ഹാജരാക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്.
ഇത്തരത്തിൽ അനധികൃതമായി ലൈറ്റുകൾ ഘടിപ്പിച്ച് സർവീസ് നടത്തുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പിടികൂടുന്നതിന് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. ആ വൈപ്പർ വല്ലതും ഒന്നിട്ടേ. വൈപ്പറിലൊക്കെ ലൈറ്റ് ഉണ്ടോ? ആ വേറെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ സ്ക്വയറായിട്ട് കത്തിയുന്ന വേറെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഉണ്ടോ? അതല്ലേ ഉണ്ടോ? അത് കത്തും, അത് കത്തത്തില്ല എനിക്ക്. ബാക്കിയെല്ലാം കത്തിക്കട്ടെ, ബീക്കൺ മാത്രം കത്തത്തില്ല.